കാഴ്ചയിൽ വ്യത്യസ്തമാണ്. സാധാരണയായി വൃത്താകൃതിയിലുള്ളതും താഴികക്കുടമുള്ളതുമായ നെറ്റി, നീണ്ട് തൂങ്ങിക്കിടക്കുന്ന ചെവികളും പുറത്തേക്കും പിന്നിലേക്കും സർപ്പിളാകൃതിയിലുള്ള കൊമ്പുകളുമുണ്ട്. ഗിറിന് പൊതുവെ പുള്ളികളുണ്ട്. ചുവപ്പ് മുതൽ മഞ്ഞ വരെ നിറങ്ങളുമുണ്ട്. നമസ്കാരം. ഗിർ അല്ലെങ്കിൽ ഗയർ സബൂയിൻ കന്നുകാലികളുടെ ഒരു ഇന്ത്യൻ ഇനമാണ്. ഗുജറാത്ത് സംസ്ഥാനത്തെ കത്തിയാവാർ ഉപദ്വീപിലാണ് ഇവ ഉത്ഭവിച്ചത്. ആ പ്രദേശത്തെ ഗിർ കുന്നുകളിൽ നിന്നാണ് ഈ ഇനത്തിന്റെ പേര് വന്നത്. ഭോദ, ദേശാൻ, ഗുജറാത്തി, കത്തിയാവരി, സോർത്തി, സൂർത്തി എന്നും ഇവ അറിയപ്പെടുന്നു. എൻ്റെ പേര് ഷിജു. സായി മന്ദിരത്തിൽ തന്നെയാണ്. സായി മന്ദിരത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല പാലും തൈരും മോരും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോശാല ഇവിടെ ആരംഭിച്ചത്. കണ്ണൂർ സിറ്റീൻ്റെ ഏകദേശം സെൻട്രലിൽ തന്നെയല്ലേ ഇതുള്ളത്. പിന്നെ ഗീർ പശുവിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ത്യൻ ജനുസിൽ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത് ഗീർ പശുവിനാണ്. ഏറ്റവും ക്വാളിറ്റി പാല് കിട്ടുന്നതും ഗീർ പശുവിനാണ്. അതുകൂടാതെ ക്രോസ് ബ്രീഡിംഗ് ഇല്ലാതെ നിലനിർത്തുന്നതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ പാല് നമുക്ക് 20 ലിറ്ററോളം പാല് കിട്ടുന്ന പശു ഈ ഗോശാലയിലുണ്ട്. ഗീർ പശുവിൽ 4 വർഷത്തോളമായി ഈ ഗോശാല ആരംഭിച്ചിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും നന്നായിട്ട്, അതായത് അത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് നിലനിർത്താൻ പറ്റുന്നത് ഈ ഗീർ പശുവിനാണ്. ഭാരതത്തിൻ്റെ തനത് ജനുസായിട്ടുള്ള ഗീർ പശുവിനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ അമ്മയുടെ പാലും നമ്മുടെ ഈ ഗീർ പശുവിൻ്റെ പാലും A2 അപ്പോൾ A2 പിന്നെ മറ്റുള്ള വിദേശ ഇനം പശുക്കളിൽ അപൂർവമായിട്ട് A2 ഉള്ളൂ. ഇതാണ് ശരിക്ക് A2 പാല് കിട്ടുന്നത് ഈ ഗീർ പശുവാണ്. അതുകൊണ്ടാണ് A2 നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള, ഈ ഗീർ പശുവിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇവിടുത്തെ എല്ലാ പശുവിനും പെഡിഗ്രി കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഒരു സ്വന്തം ബ്രീഡിലുള്ള, അതായത് സ്വന്തം അച്ഛൻ അമ്മ അങ്ങനെയുള്ള ബ്രീഡിനെ കൊണ്ടൊന്നും തമ്മാവലി നമ്മൾ ക്രോസ് ചെയ്യിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പശുക്കൾക്ക് പാല് കൂടുതലാണ്. അതായത് മറ്റുള്ള വൈകല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നന്നായിട്ട് പിന്നെ പശുക്കളെല്ലാം നല്ല ആരോഗ്യത്തോടെ നിലനിർത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. നമ്മളെ ഇവിടുത്തെ ഇപ്പം മെയിനായിട്ട് ക്രോസ് ചെയ്യുന്ന പശു ബുള്ള് എന്ന് പറയുന്നത് ഇതാണ്, ജനക് എന്ന് പറയുന്ന ബുള്ളിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഫാമിൽ മുഴുവൻ ക്രോസ് ചെയ്യിക്കുന്നത്. അപ്പോൾ അടുത്ത ജനറേഷൻ വരാൻ പോകുന്ന, അപ്പോൾ അവനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ആൾ റെഡിയാണ്. കരൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബുള്ള് ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് ആ സമയം ആകുമ്പോഴേക്ക് 1.5 വയസ്സ് കഴിയുമ്പോഴേക്ക് തന്നെ ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതുകൊണ്ട് 1.5 വയസ്സ് ആകുമ്പോഴേക്ക് തന്നെ എല്ലാം ഗർഭധാരണം നടക്കുന്നുണ്ട് ഇവിടെ. ഇവനാണ് ജനക്. ഇപ്പോൾ ഇവിടെ ബ്രീഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ജനക്. അടുത്തത് റെഡിയാണ്, കരൺ എന്നാണ് അതിൻ്റെ പേര്, മറ്റൊരു ബുള്ള്. അപ്പോൾ ഏറ്റവും നല്ല ബ്രീഡിനെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു ക്രോസിങ്ങും കൂടാണ് നല്ല ബ്രീഡിനെ ഉണ്ടാക്കിയെടുക്കുകയെന്ന് നമ്മുടെ മെയിൻ ലക്ഷ്യം. പിന്നെ നല്ല പാല് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പശുക്കൾക്കുള്ള നെയ്യും പാലും തൈരിനെല്ലാം ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വളരെ വലുതാണ്. അതായത് ഈ ഗീർ പശു എന്നല്ല, ഇന്ത്യൻ ജനുസായിട്ടുള്ള പശുക്കൾക്കെല്ലാം പിന്നെ അവരെ കുട്ടിയില്ലാണ്ട് അമ്മേനെ കറക്കാൻ പറ്റില്ല. ഒരു 100 പശുവിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അമ്മയുടെ അടുക്ക തന്നെ അത് കൃത്യമായിട്ട് അത് ചെന്ന് അതിൻ്റെ പാല് കുടിക്കും. ഇവിടുത്തെ കാര്യമായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള ഗുജറാത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഗൊണ്ടൽ, ഭാവനഗർ ഇവിടങ്ങളിലുള്ള പശുക്കളിൽ ഒരു ക്രോസിങ് പോലും ഇല്ലാതെ സംരക്ഷിച്ച് വരുന്ന പശുക്കളുടെ കുട്ടികളും എല്ലാം ഇവിടെ ഉള്ളത്. ഒരു പെഡിഗ്രി അത്രയും കാര്യമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത അതാണ്. ഒരു ദിവസം നമ്മൾ ഈ പശുവിന് കൊടുക്കുന്നത് സൈലേജ് കൊടുക്കും, പിന്നെ ധാന്യപ്പൊടികൾ, പിണ്ണാക്ക് തന്നെ 3 തരം പിണ്ണാക്കുണ്ട്. കടലപ്പിണ്ണാക്ക്, പരുത്തി പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, പിന്നെ ധാന്യപ്പൊടികൾ, ഗോതമ്പ് തവിട്, ചോളപ്പൊടി, ഇങ്ങനത്തെ 10-11ഓളം ധാന്യങ്ങളും ധാന്യപ്പൊടികളും എല്ലാം ചേർത്ത് നമ്മളിവിടെ ടാങ്കുണ്ട്. ആ ടൈലിലൊട്ടിച്ച് നല്ല വൃത്തിയാക്കിയ ടാങ്കാണ്. ആ ടാങ്കിൽ ഇതെല്ലാം കൊണ്ടുപോയി നിക്ഷേപിച്ച്
അതിൽ അതാണ് വൈകുന്നേരം രാവിലെയും കൊടുക്കും. പിന്നെ ഉണക്കപ്പുല്ല് കൊടുക്കും, ഒരു നേരം ഉണക്കപ്പുല്ല് കൊടുക്കും. അതുകൂടാണ്ട് സൈലേജാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ഏക്കർ സ്ഥലത്തിൻ്റെ അടുത്ത് നമ്മൾ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് CO3 CO4 ഇനത്തിൽപ്പെട്ട പുല്ലാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. മാക്സിമം ഇതിൻ്റെ ഫുഡ് നന്നായിട്ട് നല്ല ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പാല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ അടുക്കൽ നിന്ന് കഴിക്കുന്ന ആൾ ഒരു 10-40 വയസ്സുള്ള ആൾക്കാരെല്ലാം നമ്മളോട് പറയും, പണ്ടെപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു സ്മെല്ലാണ് ഇതിന്, ഈ പാലിനുള്ളത് എന്ന് പറയും. നിങ്ങൾ വന്നപ്പോൾ തന്നെ വെയിലത്താണ് പശുക്ക് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഈ പശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഇനത്തിനെല്ലാം അപേക്ഷിച്ചിട്ട് എത്ര വെയിലും മഴയും കൊണ്ടു കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു കതപ്പോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നമുക്ക് തന്നെ കാണാം ഓരോ ഫാമുകളിൽ ഫാന്, മിസ്റ്റ് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് ഈ പശുക്കളെ നോക്കുന്നത്. ഒരുപാട് മെഡിസിനും അതിന് ചിലവാക്കണം. ഇതാകുമ്പോൾ ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നല്ല ആരോഗ്യമുള്ള വസ്തുക്കൾ കഴിക്കുമ്പോൾ അത് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും. ഇത് ഒരാരോഗ്യമല്ല ഇല്ലാതെ പശുക്കളെ ഉൽപ്പന്നങ്ങളെല്ലാം കഴിച്ച് നമുക്ക് എന്താ ശരീരത്തിലുണ്ടാകുക? കതപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള പശുക്കളെ അതൊന്നും അത്ര ശരിയായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള വസ്തുക്കളെല്ലാം വാങ്ങിച്ച് കഴിക്കുക. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള വസ്തുക്കൾ നമ്മൾ പശുവിന് കൊടുക്കുന്നുണ്ട്. നല്ല ഉൽപ്പന്നങ്ങൾ, ആരോഗ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ ഇവിടുത്തെ നെയ്യ് തന്നെ കഴിക്കുന്ന കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരുണ്ട്. അത് അവർക്ക് നല്ല വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. സായി മന്ദിരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഗോശാലയും ഈ സായി കഫയും. ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെല്ലാം മറ്റുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ വന്ന് കിട്ടാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കഫേ ഇവിടെ തുടങ്ങിയത്. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കുക, നല്ല ക്വാളിറ്റിയുള്ള പാൽ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിക്കുക, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ തുടങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, ഇതിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും. നമ്മളിവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ബട്ടർ മിൽക്ക്, തൈര്, പാല്, ഗീക്കെല്ലാം നല്ല പ്രത്യേകതയാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടി നിറയെ ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. എനിക്കുള്ള എക്സ്പീരിയൻസ്, എൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ പശുവിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പല ജോലികളും ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതലും താല്പര്യവും ഇത് ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം ഇതിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ഇതും നോക്കി ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു. മറ്റുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഒരു പട്ടീനെ വളർത്തുന്ന ഒരാൾക്ക് ഒരു ഇന്ത്യൻ ജൻസായിട്ടുള്ള വെച്ചൂരിനെയോ കാസർഗോഡ് കുള്ളനെയോ വളർത്താൻ പറ്റും. എന്നുവെച്ചാൽ ഒരു വീട്ടിൽ നല്ല കുട്ടികൾക്കുള്ള നല്ലൊരു ആരോഗ്യമുള്ള ഭക്ഷണം കൊടുക്കാൻ പാലെങ്കിലും നല്ല പാല് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ സായി നഗർ അലവിൽ അതാണ് ലൊക്കേഷൻ. സായി മന്ദിരത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ഫാമുള്ളത്, കഫയുള്ളത്. വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാം, പശുവിനെയെല്ലാം കാണാം, കണ്ട് മനസ്സിലാക്കി ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിക്കാം.